ഞാൻ സ്വയം തന്നെ തന്നെ കാണുന്നു. ഭ്രുകുടി മധ്യത്തിലിരിക്കുന്ന ഞാൻ ഒരു ദിവ്യ നക്ഷത്രമാണ്. ജ്യോതിർമയ ആത്മാവാണ്. ദിവ്യ ഗുണങ്ങളുടെ സാഗരനായ ശിവബാബയിൽ നിന്നും എനിക്ക് ദിവ്യ ഗുണങ്ങളുടെ ഖജനാവ് പ്രാപ്തിയായിരിക്കുന്നു. ഞാൻ സഹനശീലതയുടെ മൂർത്തിയാണ്. എനിക്ക് ബാബയുടെ പ്രതി, ലൗകിക അലൗകിക പരിവാരത്തിൻ്റെ പ്രതി ആത്മീയ സ്നേഹമാണ്. ഈ സ്നേഹമാണ് എൻ്റെ ശക്തി. നിന്ദ, സ്തുതി, മാൻ, അപമാൻ ഏതായാലും ഞാൻ ശാന്തമായിരിക്കുന്നു. ഫലങ്ങളുള്ള വൃക്ഷം കല്ലെറിഞ്ഞാൽ പോലും ഫലം മാത്രം നൽകുന്നതുപോലെ ഏതാത്മാവ് എന്നോട് ഏത് തരത്തിലുള്ള പെരുമാറ്റമായാലും, ദേഷ്യപ്പെട്ടാലും, നിന്ദിച്ചാലും ഞാൻ സദാ ശുഭഭാവന, ശുഭകാമന നൽകുന്നു. അതിനായി സ്നേഹത്തിൻ്റെ ഭാവന വെക്കുന്നു. മനസാ വാചാ കർമ്മണ സുഖം നൽകുന്നു. വിഘ്നരൂപമാകുന്ന ആത്മാക്കൾ പരവശരാണ്. തൻ്റെ അവഗുണങ്ങളുടെ വശമാണ്. അവരുടെ പ്രതി ഞാൻ കല്യാണ ഭാവന വെക്കുന്നു. അവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ സഹനശീലതയുടെ മൂർത്തിയാണ്. പർവ്വതം പോലെയുള്ള പ്രശ്നമായാലും ഞാൻ സഹനശീലതയുടെ മൂർത്തിയായി കളിയുടെ രീതിയിൽ മറികടക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ ഇളക്കാൻ ശ്രമിച്ചാലും സഹനശീലതയുടെ മൂർത്തിയായി നിന്ദ, സ്തുതി, ജയപരാജയം, മാനപമാനം, സുഖ ദുഃഖം എല്ലാറ്റിലും ഒരുപോലെ ശാന്തസ്ഥിതിയിൽ പ്രസന്ന സ്വരൂപമായി സഹനശീലതയുടെ മൂർത്തിയായി തരണം ചെയ്യുന്നു. നിന്ദ, സ്തുതി, മാനപമാനം, സുഖം ദുഃഖം എല്ലാം സഹിക്കുന്നു. എൻ്റെ സുഖത്തിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ബാബ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരിക്കലും ബാബയോട് പിണങ്ങരുത്. പിണങ്ങുന്നവർക്ക് വളരെ കൂടുതൽ ശിക്ഷകൾ ലഭിക്കും. പരസ്പരമോ ബ്രാഹ്മണിയുമായോ പിണങ്ങുകയാണെങ്കിൽ പിന്നെ മുള്ളുകളായി മാറുന്നു. അതിനാൽ ഞാൻ ശ്രദ്ധയോടെ ഇരിക്കുന്നു. എനിക്കറിയാം, ഇപ്പോൾ ദുഃഖത്തിൻ്റെ പാർട്ട് പൂർത്തിയാവുകയാണ്. സുഖത്തിൻ്റെ പാർട്ട് ആരംഭിക്കുകയാണ്. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. ഞാൻ മുള്ളിൽ നിന്നും പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനുഷ്യനിൽ നിന്നും
ദേവതയാകാൻ പഠിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ അടുത്ത് വന്നിരിക്കയാണ്. ഈ ലോകത്തിന്റെ വിനാശം ഉണ്ടാകുക തന്നെ ചെയ്യും. അനേക ധർമ്മത്തിന്റെ വിനാശമുണ്ടാകാതെ ഒരു സത്യയുഗി ധർമ്മത്തിന്റെ സ്ഥാപന നടക്കില്ല. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബ വന്നിരിക്കയാണ് എല്ലാവരെയും പുരുഷോത്തമനാക്കി മാറ്റാൻ. എല്ലാവരുടെയും അച്ഛനല്ലേ. ഭക്തിയിൽ കർണരസം മാത്രമേയുള്ളൂ. ഇവിടെ കേവലം ബാബയെ ഓർമ്മിക്കുന്നു, ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. സുദർശന ചക്രം കറക്കുന്നു. ബാബ തന്നെയാണ് പതിത പാവനൻ. പുരുഷാർത്ഥമനുസരിച്ച് ഉയർന്ന പദവിയിലിരിക്കുന്നു. മുഴുവൻ ഡ്രാമയിലും ഉയർന്നതിലും ഉയർന്നതാണ് സ്വർഗം, താഴ്ന്നതിലും താഴ്ന്നതാണ് നരകം. മധുരമായ ബാബ എന്നെ ഉയർന്നതിലും ഉയർന്നതിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ തന്നെയാണ് ശ്രീമതം നൽകുന്നത്. ബാബ കാലന്റെയും കാലനാണ്. ഈ ജ്ഞാനയജ്ഞത്തിൽ എല്ലാ ധർമ്മവും സ്വാഹയാകുന്നു. ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുന്നു. മാനം, അപമാനം, സുഖം, ദുഃഖം എല്ലാം സഹിക്കണം. ബാബ ഏറ്റവും വലിയ സർജനാണ്. പതിതനിൽ നിന്നും പാവനമാകുന്നതിനുള്ള യുക്തി പഠിപ്പിക്കുന്നു. പവിത്രമായി മാറുന്നില്ല എങ്കിൽ ധാരണയുണ്ടാകുന്നില്ല. പിന്നീട് പാപമുണ്ടാകുന്നു. ഞാൻ യാതൊരു കാരണത്താലും പഠിപ്പ് ഉപേക്ഷിക്കുന്നില്ല. ശിക്ഷകൾ വളരെ കടുത്തതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റെല്ലാ സംഘവും വിട്ട് ഒരു ബാബയെ ഓർമ്മിക്കണം. ബാബയോട് പിണങ്ങില്ല. ജ്ഞാന ഇഞ്ചക്ഷൻ അഥവാ ജ്ഞാനധനം നൽകുന്നത് ഒരു ബാബയാണ്. അവിനാശി സർജനിൽ നിന്നും ഒരു കാര്യവും ഒളിപ്പിക്കരുത്. ബാബയോട് കേൾപ്പിക്കുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ സന്തോഷവും ധനത്തിൻ്റെ സമൃദ്ധിയും ശ്രേഷ്ഠ ഭാഗ്യവാനാക്കുന്നു. സംഗമയുഗത്തിൽ സദാ സ്വയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ കർമ്മഭോഗം തൂക്കുമരത്തിൽ നിന്നും മുള്ളുപോലെയായി മാറുന്നു. രോഗം യോഗത്തിലൂടെ പരിവർത്തനം ചെയ്യപ്പെടുന്നു. മന്മനാഭവയാകുമ്പോൾ സന്തോഷത്തിൻ്റെ ഖനികൾ സദാ സമ്പന്നമാക്കുന്നു. പ്രകൃതി താനേ ദാസിയാകുന്നു. സർവസംബന്ധവും ഒന്നിനോടൊപ്പമാണ്. സമ്പർക്കം ഒരു ഹോളി ഹംസത്തിനോടൊപ്പമാണ്. അതിനാൽ
ശ്രേഷ്ഠ ഭാഗ്യവാൻ എന്ന വരദാനം സ്വതവേ പ്രാപ്തമാകുന്നു. ഓർമ്മയും സേവനവും ഇവ രണ്ടിൻ്റെയും ബാലൻസ് തന്നെയാണ് ഡബിൾ ലോക്ക്. ഓം ശാന്തി.